ഒരു വലിയ വർത്താനാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ യോഗ്യത അവന്റെ പിതാവാണ്, വാപ്പാരാണ്. അതിനാണ് നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ പിന്നെ ബംബ്രാണ ഉസ്താദ് പ്രസംഗിക്കുന്ന സമയത്ത് മുല്ലക്കോയ തങ്ങളെ 5 വാപ്പാരെ പേര് പറഞ്ഞു. അതാണ് പാരമ്പര്യം. അത് വെറുതെ പറഞ്ഞോന്നല്ലല്ലോ. ഒരു മനുഷ്യന്റെ വാപ്പാരാണെന്നുള്ളത് അവന്റെ പാരമ്പര്യം തന്നെയാണ്. പക്ഷെ അറിയൽ നിർബന്ധമല്ല. എൻ്റെ 30 വാപ്പാരെ പേര് എനിക്കറിയണം. നിങ്ങൾ അതേമാതിരി പഠിച്ചോളി. വേണമെങ്കിൽ പഠിച്ചാൽ കിട്ടായൊന്നും ഉണ്ടാവില്ല, കുറച്ച് മെനക്കെടുണ്ടാവും മാത്രം. നല്ലത് തന്നെയാണ്, പഠിക്കണം നല്ല, പക്ഷെ നിർബന്ധമല്ല. അതേ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരെ പേരറിയണം, നിർബന്ധാണ്, ഈമാനാണ്. അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൽ മുൻതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൽ ലുഗൈ ഗാലിബ് ഫിഹ്റും മാലികുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രികാ ഇല്യാസു സുമ്മ മുളറുക്കും മുദ്രികാ നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും ആതാബി തിബിയാനു. നബി തങ്ങളുടെ 20 വാപ്പാരെ പേര് അറിയൽ നിർബന്ധമാണ്. എവിടെയുണ്ട്? മദ്രസയിലെ പാഠപുസ്തകത്തിൽ ഉണ്ട്. നമ്മൾ പഠിച്ചത് തന്നെയാണ്, നമ്മൾ മറന്നതാണെന്ന് മാത്രം. മറക്കാൻ പറ്റില്ല. ഈമാന് അത് ഞാൻ മറന്നു എന്നൊന്നും പറഞ്ഞു തരില്ല. ഗഫൂർ കല്യാണം പറഞ്ഞാൽ മറക്കാം, വലിയ പ്രശ്നമൊന്നും വരാനില്ല. ഗഫൂർ കല്യാണം പറഞ്ഞു, അത് നമ്മൾ ഞായറാഴ്ച ആയിരുന്നു, അത് മറന്നു. വല്ലാതെ അവനെ ആദ്യം കാണുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവുന്നേ ഉള്ളൂ. എന്നാലും ഈമാങ്കാരി അതേമാതിരി മറന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഉണ്ടാകാനാണ്, അത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഏകദേശം 3-ാം ക്ലാസ് ചേർക്കേണ്ട കോലത്തിലാണ് ഇപ്പോൾ ഉണ്ടാകുക. അല്ലെങ്കിൽ 4-ലെങ്കിലും ചുരുങ്ങി ചേർക്കേണ്ടി വരുന്നുള്ളടുത്താണ് അതാണ് സംഭവം. നമ്മളിപ്പോൾ അവിടെയൊക്കെയാണ് ഉള്ളത്. നമ്മളാരാണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ തന്നെ വലിയ ആൾക്കാരാവും. പലപ്പോഴും പറ്റുന്ന സംഗതിയാണ്, നമ്മളാരാണ്, നമ്മളെന്താണ്, നമ്മുടെ ആദർശം എന്താണ്, നമ്മുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. പല വിഷയങ്ങളിലും നമ്മുടെ അഭിപ്രായം നമുക്കറിയില്ല. ഇപ്പോൾ ഞാൻ വിഷയം മാറ്റല്ല, പലപ്പോഴും നമുക്ക് അശ്രദ്ധയായിട്ട് വരാറുള്ളൊരു സംഗതിയുണ്ട്. സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ കയറാൻ പാടില്ല എന്നല്ലല്ലോ നമ്മുടെ അഭിപ്രായം. പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകൾക്ക് വേണ്ടി സ്ത്രീകൾ വീട്ടിൽ നിന്നിറങ്ങൽ ഹറാമാകുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം. ആർക്കപ്പോൾ അതറിയാം? നമ്മളെ അഭിപ്രായം അതാണ്. കൊട്ടപ്പുറം സംവാദത്തിൽ എഴുതി കൊടുത്തിയാൽ അങ്ങനെയാണുള്ളത്. പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകൾക്ക് വേണ്ടി സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൽ ഹറാമാകുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബിയെ ഞാൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ച പെണ്ണിനോട്, നിനക്ക് നിന്റെ വീടാണ് ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട്, വീടിന്റെ ഉള്ളാണ് ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉള്ളിന്റെ ഉള്ളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ കറക്റ്റാണ് സംഗതി. പക്ഷെ എന്തുവാണെന്ന് വെച്ചാൽ അത് നമ്മളെന്താ പറഞ്ഞതെന്ന് നമുക്കറിയണം എന്ന് മാത്രം. നമുക്കെന്താണ് ആ വിഷയത്തിലെ അഭിപ്രായം? ഇതെല്ലാ വിഷയം അങ്ങനെ തന്നെ. ഈമാന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മളെ ഈമാൻ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണ്ടേ. അപ്പൊ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് വളരെ വിശാലമാണ്, വളരെ വിശാലമാണ്. ഇസ്ലാം കാര്യം 5 വിശ്വസിക്കാനുള്ള തന്നെയാണ്. ഈമാൻ കാര്യങ്ങൾ 6 അമൽ ചെയ്യാനുള്ളതുമാണ്. ഈമാൻ കാര്യങ്ങളെ കൊണ്ട് അമലും ചെയ്യണം, ഇസ്ലാം കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും വേണം തന്നെ. അപ്പൊ അതിനെ ഓരോ കാര്യങ്ങളും, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കിതാബുകളെയും 100 ഏടുകളെയും ഇറക്കിയിട്ടുണ്ട്. 4 കിതാബിനെയും വിശ്വസിക്കണം, 100 ഏടുകളെയും വിശ്വസിക്കണം. മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 10 മലക്കുകളുടെ പേരറിയണം. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാം, സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം, സയ്യിദുനാ മുൻകർ അലൈഹിസ്സലാം, സയ്യിദുനാ നക്കീർ അലൈഹിസ്സലാം, സയ്യിദുനാ റഖീബ് അലൈഹിസ്സലാം, സയ്യിദുനാ അതീദ് അലൈഹിസ്സലാം, സയ്യിദുനാ മാലിക് അലൈഹിസ്സലാം, സയ്യിദുനാ റിദ്വാൻ അലൈഹിസ്സലാം. പേരറിഞ്ഞാൽ പോരാ, അവരുടെ ഡ്യൂട്ടിയും അറിയണം. ജിബ്രീൽ അലൈഹിസ്സലാം അമ്പിയാക്കൾക്ക് വഹി എത്തിക്കലാണ്. റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കലാകുന്നു. അവരുടെ ഡ്യൂട്ടി അറിയണം. ഇതൊക്കെ ഈമാനാണ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ.
ഈ പറഞ്ഞൊക്കെ ഈമാൻ. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഒരു കുട്ടിയെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചല്ല, മുഹമ്മദ് നബിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെ വിഷയത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. നിങ്ങൾ വരാൻ തയ്യാറുണ്ടെങ്കിലേ ഞാൻ കൊണ്ടു എത്തുള്ളൂ. അത് നിങ്ങൾ വരാൻ തയ്യാറാണ്. അള്ളാഹുവിനെയാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അഭിപ്രായമുണ്ട്. പക്ഷെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഒരു കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് മുഹമ്മദ് നബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ വിശാലമായി പറഞ്ഞു കൊടുക്കണം. നബി തങ്ങളുടെ ആപ്പാന്റെ പേര് അബ്ദുല്ല, മുത്തുനബിയുടെ അമ്മാന്റെ പേര് ആമിന. നബി തങ്ങൾ ജനിച്ചത് മക്കത്ത്, നബി തങ്ങൾ വഫാത്തായത് മദീനയില്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കബറടക്കിയിട്ടുള്ളത് മദീനയിൽ. ഒരു മനുഷ്യനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ 8 കാര്യങ്ങൾ പഠിക്കലാണ്. ഏതൊരു മനുഷ്യനെ കുറിച്ചുള്ള പഠനവും 8 കാര്യങ്ങളാണ്. എവിടെയാണ് ജനിച്ചിട്ടുള്ളത്, എന്നാണ് ജനിച്ചിട്ടുള്ളത്, വാപ്പാന്റെ പേരെന്താണ്, ഉമ്മാന്റെ പേരെന്താണ്, ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്, എന്നാണ് മരണപ്പെട്ടത്, എവിടെ വെച്ചാണ് മരണപ്പെട്ടത്, എവിടെയാണ് ഖബറടക്കം ചെയ്തിട്ടുള്ളത്. അതാണ് 8 കാര്യങ്ങൾ. ഏത് മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴും 8 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഈ 8ൽ നിന്ന് 1 കുറഞ്ഞാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ഹദീസ് ദഈഫാണ് പറയും. സയ്യിദുനാ ഇമാമുനാ ബുഖാരി റളിയല്ലാഹു അൻഹു 8ൽ ഏതെങ്കിലും ഒരു കുറവ് പറ്റിയാൽ പറയും ഹദീസ് ദഈഫാണ്. ദഈഫ് പറഞ്ഞാൽ പറ്റാത്തതെന്നല്ല, ഒരാളെ ഖബർ എവിടെയെന്ന് അറിയില്ല എന്നതിൻ്റെ അർത്ഥം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിൽ ഒരാളുടെ ഖബർ എവിടെയാണെന്ന് അറിയില്ല, മരിച്ചു എന്ന് ഉറപ്പാണ്, മരിച്ച സ്ഥലം അറിയാം, ഖബർ എവിടെയാണെന്ന് അറിയില്ല എങ്കിൽ അതാണ് താരീഖ് പഠിക്കുക. എന്നാൽ 8 കാര്യങ്ങൾ പഠിക്കലാണ് താരീഖ്. ഇങ്ങനെ പഠിക്കണം. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ മറക്കണം. നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഈ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളെയും അവസാനം 6ാമത്തെ കാര്യം, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് വിശ്വസിക്കണം. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് വിശ്വസിക്കണം. അപ്പൊ മനുഷ്യന്റെ ഈമാൻ എപ്പോഴും ശരിയായിരിക്കണം. ഈ ഈമാൻ ശരിയാവണമെങ്കിൽ ഒരു അടിസ്ഥാനത്തെ പാലിക്കണം. യുക്തിവാദമുണ്ട്, നിരീശ്വരവാദമുണ്ട്, സർവമത സത്യവാദമുണ്ട്, ലിബറലിസം ഉണ്ട്, ഇതൊക്കെ ഒന്ന് നിലവിലുണ്ട്. എല്ലാവരും കൂടി ചികിത്സ ഒറ്റൊന്നാണ്. മരുന്ന് ഒറ്റ മരുന്നാണ്. അത് ഓരോ സ്പൂൺ വീതം കഴിച്ചാൽ മതി. ഇനി പറയാൻ പോണ മരുന്ന്. ഇതിനൊക്കെ ചികിത്സ ഒന്നാണ്. ഈമാൻ്റെ അസ്ല് പോണതാണ് സംഗതി. അതിന് ഈമാൻ്റെ അസ്ല് നമുക്കറിയണം, എന്നാൽ വേഗം ചികിത്സിക്കാൻ പറ്റും. ഈമാനിനൊരു അടിസ്ഥാനമുണ്ട്. അതിങ്ങനെ പറഞ്ഞു വരാം നമുക്ക്. നമ്മളിപ്പോൾ എല്ലാവരും സിറാത്ത് പാലം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിക്കുക, ചോദിക്കണില്ല, ചോദിച്ചു എന്ന് വിചാരിക്കുക. സിറാത്ത് പാലം എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മറുപടിയും പറയും അറിയാമെന്ന് പറയും. പറയണല്ലോ, അറിയാൻ പറയും. വാളിനേക്കാൾ മൂർച്ചയായതാണ്, മുടിയേക്കാൾ നേർമയായതാണ്, നരകത്തിൻ്റെ മുകളിലൂടെ നാട്ടിവെച്ചിട്ടുള്ളതാണ്, 7 കയറ്റുണ്ട്, 7 ഇറക്കമുണ്ട്, കറുപ്പ് ശക്തമായതാണ് എന്നൊക്കെ നിങ്ങൾ പറയും. കോടാനക്കോടി കണക്കിന് മനുഷ്യന്മാർക്ക് നടന്നു പോകാനുള്ളതാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഹലോ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇങ്ങോട്ട് നോക്കി. ഒരു യാനബി എല്ലാവരും ഷറേ ചെല്ലി ആക്കത്തിന് ചെല്ലണം. ഞാൻ ചെല്ലും പോലെ നിങ്ങൾ ആ ദർലക്കട്ട മോഡൽ ചെല്ലാൻ പറ്റില്ല. ഞാൻ ചെല്ലും പോലെ മലപ്പുറം മോഡൽ ചെല്ലി ആക്കത്തിന്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഒരു വരി എല്ലാവരും ചെല്ലുക, അറിയണവരിൻ്റെ ഒപ്പം ചെല്ലുക, അല്ലാത്തൊരു മൂല. അശ്റഖൽ ബദ്റു അലൈനാ
فاختفى